ഗ്രീൻ പീസ് കറിയൊക്കെ ഇത്രയും ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഈ ഒരു കറി ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. സ്കൂളിലെ ദിവസങ്ങളിൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പി കൂടിയാണ്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. 2 സവോള, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, വേറെ ഒന്നും ചേർക്കണം കേട്ടോ. എന്നിട്ട് 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ഗ്രീൻ പീസ് വേവണം കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിലും കൂടി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കറിയും ഗ്രേവിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് കടല വേണമെങ്കിൽ ഉടച്ചെടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കറി കുറച്ചുകൂടി തിക്നെസ് ഉള്ളവർക്ക് ഒരു 1/2 ടീസ്പൂണ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളി കറിയാണ്. വേറെ ചേരുവകളൊന്നും ചേർക്കരുത് കേട്ടോ. തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കരുത്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം. ദോശ, പുട്ട്, വെള്ളയപ്പം അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.